അങ്ങനെ അർത്ഥവർമ്മയുടെ രോഗവർമ്മ, അതൊക്കെ അർത്ഥം ഒരാൾക്ക് രോഗം. അത് ആ കഥ നമുക്ക് കേട്ടാലോ. പണ്ട് കൗതുകപുരം, അതാണ്ടാ പേരിന് ഒരു കൗതുകം എന്ന രാജ്യത്ത് സുവർണകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സേവകനായി യശോവർമ്മൻ എന്നൊരു ക്ഷത്രിയ യുവാവ് ഉണ്ടായിരുന്നു. ദാനശീലനായ രാജാവ് എന്തുകൊണ്ടും ഈ സേവകന് മാത്രം ശമ്പളമൊന്നും കൊടുത്തിരുന്നില്ല. ബാക്കി എല്ലാവർക്കും ശമ്പളം കൊടുക്കും, ഈ പാവത്തിന് കൊടുക്കൂല. അല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ രാജാവിനെ കണ്ട് യാചിച്ചാൽ മറുപടി സൂര്യനെ നോക്കിക്കൊണ്ട് ഈ സൂര്യദേവൻ നിനക്ക് തരാനായി എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നായിരിക്കും. എന്താ തട്ടിപ്പൊക്കെ. പാവത്തിന് അതിന്റെ അർത്ഥവും മനസ്സിലായതുമില്ല. ഒരു ദിവസം സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ യശോവർമ്മൻ രാജാവിനെ സമീപിച്ചു. നോക്കൂ രാജൻ, എനിക്ക് തരാനായ അങ്ങയെ ഒന്നും ഏൽപ്പിക്കാത്ത സൂര്യദേവന് കണക്കിന് ശിക്ഷ കിട്ടിയില്ലേ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാജാവിന് കുറെ വസ്ത്രങ്ങളും പണവും നൽകി. അവന് സന്തോഷമായി. പക്ഷെ ആ പണം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തീർന്നുപോയി. പിന്നെയും പഴയ ഗതി തന്നെ. ദുഃഖിതനായ അയാൾ വിന്ധ്യാവാസിനിയുടെ ക്ഷേത്രത്തിൽ ചെന്ന്, അതായത് ശ്രീപാർവതിയുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങി. ഒരേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ദേവി അവന് സ്വപ്ന ദർശനം നൽകി. മകനെ, നിന്നെ ഞാൻ പ്രസന്നയായിരിക്കുന്നു. നിനക്ക് വേണ്ടത് സമ്പത്താണോ സുഖജീവിതമാണോ എന്ന് പറയുക എന്ന് പറഞ്ഞു. സമ്പത്തല്ലേ ദേവി മുഖ്യം, അതുകൊണ്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞു ബുദ്ധി. നിന്റെ തീരുമാനം ശരിയാണെന്ന് ഒന്നുകൂടി ചിന്തിക്കുക. നീ ഒരു കാര്യം ചെയ്യുക. നിന്റെ നാട്ടിൽ തന്നെ ഭോഗവർമ്മനെയും എന്നും അർത്ഥവർമ്മനെന്നും രണ്ട് കച്ചവടക്കാരുണ്ടല്ലോ. നീ പോയി അവർ ഓരോരുത്തരുടെയും ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വരൂ. എന്നിട്ട് വന്നിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ദേവി. സ്വപ്നത്തിൽ നിന്നുണർന്ന അയാൾ ഉടനെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ആദ്യം ചെന്നത് അർത്ഥവർമ്മന്റെ വസതിയിലേക്കാണ്. വലിയ കൊട്ടാരം പോലെയുള്ള ആ വീട്ടിൽ സ്വർണ്ണരത്നാദി സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിന്നിരുന്നു. അർത്ഥവർമ്മൻ യശോവർമ്മനെ ആദരപൂർവ്വം തന്നെ സ്വീകരിച്ച് വിഭവസമൃദ്ധമായ സദ്യ നൽകി. പക്ഷെ ഒപ്പം വരുന്ന അർത്ഥവർമ്മൻ വളരെ ലഘുവായ ചില പഥ്യാഹാരങ്ങൾ മാത്രമാണ് കഴിച്ചത്. ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടായിട്ടും എന്താണ് അങ്ങൊന്നും കഴിക്കാത്തതെന്ന യശോവർമ്മന്റെ ചോദ്യത്തിന് തനിക്ക് വയറ്റിൽ അഗ്നിമാന്യം ബാധിച്ചിരിക്കുകയാണെന്നും കാര്യമായ ഒരു ഭക്ഷണവും കഴിക്കാനാവില്ലെന്നും അർത്ഥവർമ്മൻ പറഞ്ഞു. അല്പമാത്രം ഭക്ഷണം കഴിച്ചിട്ടും അയാൾ രാത്രി വയറുവേദന കൊണ്ട് ഉറക്കമില്ലാതെ നരകിക്കുന്നതും യശോവർമ്മൻ കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ യശോവർമ്മൻ ആലോചിച്ചു, ഇത്ര ധനമുണ്ടായിട്ട് എന്താ കാര്യം? ഇയാൾക്ക് അല്പം ഭക്ഷണം പോലും കഴിക്കാനാവുന്നില്ല, നന്നായൊന്നും ഉറങ്ങാനും കഴിയുന്നില്ല, പിന്നെ ഈ സമ്പത്ത് കൊണ്ട് എന്ത് കാര്യം? പിറ്റേന്ന് അർത്ഥവർമ്മനോട് യാത്ര പറഞ്ഞാൽ ഭോഗവർമ്മന്റെ വസതിയിലെത്തി. വളരെ ലളിതമായതെങ്കിലും അന്തസ്സായ ജീവിതശൈലിയാണ് അയാൾ അവിടെ കണ്ടത്. മുതൽ മുടക്കില്ലാതെ ഒരു വസ്തു ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറുക വഴി ലഭിക്കുന്ന ഇടനിലപ്പണമായിരുന്നു അയാളുടെ ആദായം. പക്ഷെ ആ വഴിക്ക് ധാരാളം പണം അയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഭോഗവർമ്മനും യശോവർമ്മനും സംസാരിച്ചിരിക്കെ ഭോഗവർമ്മന്റെ ഒരു സുഹൃത്ത് വന്നവരെ രണ്ടുപേരെയും വിരുന്നിന് വിളിച്ചു കൊണ്ടുപോയി. വിഭവസമൃദ്ധമായ സദ്യ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചിട്ട് അവർ മടങ്ങിപ്പോന്നു. രാത്രി ഭോഗവർമ്മന്റെ സൽക്കാരവും ഗംഭീരമായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഭോഗവർമ്മന്റെ ജീവിതമാണ് അർത്ഥവർമ്മന്റെതിനേക്കാൾ അഭികാമ്യമെന്ന് മനസ്സിലാക്കിയ ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി. ദേവിയെ ധ്യാനിച്ചു പ്രത്യക്ഷാക്കി തനിക്ക് സുഖാനുഭവം മതിയെന്ന് അറിയിച്ചു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ദേവി അയാൾ അനുഗ്രഹിക്കുകയും ചെയ്തു. പിറ്റേന്ന് മുതൽ അയാൾക്ക് വേണ്ടതെല്ലാം എവിടെ നിന്നെന്നറിയാതെ ലഭിക്കാൻ തുടങ്ങി. യാതൊരു അല്ലലും കൂടാതെ സുഭിക്ഷമായ അയാളുടെ ജീവിതം മുന്നേറി. ഇപ്രകാരം കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ജ്യോത്സ്യൻ രാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴുള്ള സുഖാനുഭവത്തിൽ തൃപ്തിപ്പെട്ട് കഴിയുന്നതാണ് ഉചിതം. പിന്നെ ഒരു യുദ്ധം വിജയിക്കാൻ പറ്റിയ സമയവുമല്ല നിങ്ങൾക്ക് എന്ന് ജ്യോത്സ്യര് പ്രശ്നം വെക്കുന്ന നേരമുണ്ടായ കഥയാണല്ലോ ഇത്. പക്ഷേ ഉപദേശമൊന്നും വകവയ്ക്കാതെ അവരെ 5 പേരും കൂടി ചമരവാല രാജാവിനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതറിഞ്ഞ് ചമരവാലൻ എന്ത് ചെയ്തു? പരമശിവനെ പൂജിച്ച് അനുഗ്രഹം വാങ്ങി യുദ്ധത്തിനിറങ്ങി. താമസം പിന്നെ 5 രാജാക്കന്മാരെയും തോൽപ്പിച്ച് ബന്ധനസ്ഥരാക്കി. അവരിൽ ഒരാളായ പ്രതാപസേന രാജാവിന്റെ പത്നിയും അതിസുന്ദരിയുമായ യശോലേഖയെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. പോരെ, എല്ലാം പോയി. പിന്നീട് അഹങ്കാരമെല്ലാം ശമിച്ച് ക്ഷമായാചന നടത്തിയ 5 രാജാക്കന്മാരെയും സാമന്തന്മാരായി തന്നെ പരിഗണിച്ച് വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ചമരവാലൻ കീർത്തിമാനായി രാജ്യം ഭരിച്ചു. ഗോമുഖൻ പറഞ്ഞു കേൾപ്പിച്ച അർത്ഥവത്തായ കഥ കേട്ട് നരവാഹനത്തിന് വളരെ 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 സന്തോഷമായി എന്ന് പറയുന്നു. അടുത്ത ദിവസം നരവാഹനദത്തൻ സഭ കൂടിയിരിക്കുമ്പോൾ മന്ത്രി മരുഭൂതിയുടെ വീട് കാവൽക്കാരനായ
ഒരു യുവാവ് അവിടെ വന്ന് തനിക്ക് മരുഭൂതി ആഹാരവും വസ്ത്രവും അല്ലാതെ ശമ്പളമൊന്നും തരുന്നില്ല തിരുമേനി എന്ന് പറഞ്ഞു. വർഷം 50 ദിനാരം തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2 വർഷമായിട്ടൊരു ചില്ലി പോലും തന്നിട്ടില്ലെന്നും മറ്റും പരാതി പറഞ്ഞു. മരുഭൂതി അത് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും നരവാഹനതൻ ആജ്ഞാപിച്ചതനുസരിച്ച് 100 ദിനാരം കൊടുത്തയാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഗോമുഖൻ പറഞ്ഞു, പ്രഭു, അത് മരുഭൂതിയുടെ കുറ്റമല്ല, വിധിയാണിത്. ഇവിടെ വില്ലനാകുന്നത് വിധിയാണ്. ചില ഭാഗ്യഹീനർക്കൊന്നും കൊടുക്കാൻ മറ്റുള്ളവർക്ക് തോന്നുകയുമില്ല. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. ചിരപുരം എന്ന രാജ്യത്ത് പണ്ട് ചിരദാതാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ വിദേശികളായ 3 യുവാക്കൾ ജോലി തേടി അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. രാജാവ് അവർക്ക് ജോലി നൽകിയെങ്കിലും ആഹാരമോ വസ്ത്രങ്ങളൊന്നും ശമ്പളമൊന്നും കൊടുത്തില്ല. 4-5 വർഷം അങ്ങനെ തുടർന്നിട്ടും ഒരിക്കൽ പോലും രാജാവ് അവർക്ക് ഒരു ചില്ലി പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ പുത്രൻ മരിച്ചു. ദുഃഖിതനായിരിക്കുന്ന രാജാവിനെ ചെന്ന് കണ്ട് എല്ലാവരും അനുശോചനം അറിയിച്ചു. അക്കൂട്ടത്തിൽ ഈ സേവകന്മാരും ചെന്നു. അവരിൽ ഒരാൾ രാജാവിനോട് പറഞ്ഞു, 5 കൊല്ലമായില്ലേ ഞങ്ങൾ ഇവിടെ സേവകന്മാരായിട്ട് നിൽക്കുന്നത്. അങ്ങ് ഞങ്ങൾക്കൊരു ദമ്പിടി പോലും ശമ്പളമായി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ കുമാരനിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അത്രയും. ഈ കുമാരൻ മുതിർന്ന രാജാവാകുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ന്യായമായ ശമ്പളം അനുവദിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചു. ഇപ്പോൾ കുമാരനും പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഇവിടെ തുടരുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രാനുമതി തന്നാലും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഇത്ര കാലവും ഈ സാധുക്കൾക്ക് താൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് രാജാവ് ചിന്തിക്കുന്നത്. അദ്ദേഹം കുറ്റബോധത്തോടെ അവർ 3 പേർക്കും ധാരാളം പണവും മറ്റും നൽകി സന്തോഷിപ്പിച്ചു. ഇങ്ങനെ ചില നിർഭാഗ്യവാന്മാർ വിധിയുടെ ലീലയാൽ കഷ്ടപ്പെടാറുണ്ട്. ഗോമുഖൻ കഥ ഇങ്ങനെ അവസാനിപ്പിച്ചപ്പോൾ മറ്റൊരു കഥ കൂടി പറയാൻ നരവാഹനത്തിൽ നിർബന്ധിച്ചു. ഒരു കഥ കൂടി പറയൂ എന്ന് പറഞ്ഞു രാജാവ്. അയാൾ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഒക്കെ ഗുണപാഠ കഥയാണല്ലോ. പണ്ട് ഗംഗാതീരത്ത് കനകപുരം എന്ന പരിപാവനമായ ഒരു നഗരമുണ്ടായിരുന്നു. കനകവർഷൻ എന്നായിരുന്നു അവിടുത്തെ രാജാവിന്റെ പേര്. വാസുകീപുത്രനായ സുദർശനന് രാജപുത്രിയായ യശോധരയിൽ ജനിച്ച പുത്രനാണ് കനകവർഷൻ. എല്ലാ അർത്ഥത്തിലും ധർമ്മനിഷ്ഠനും മാതൃകാപുരുഷനുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം രാജാവ് ചിത്രമാളികയിൽ പ്രദർശിപ്പിച്ചിരുന്ന ചിത്രങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കെ ഒരു ഭടൻ പ്രവേശിച്ച് വിദർഭയിൽ നിന്നും രോളദേവൻ എന്നു പേരുള്ള ഒരു പ്രശസ്ത ചിത്രകാരൻ രാജാവിനെ കാണാൻ ഗോപുരവാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നറിയിച്ചു. രാജാവ് അയാളെ വിളിപ്പിച്ചു. താനൊരു ചിത്രകാരനാണെന്നും രാജാവിന്റെ ചിത്രം വരക്കാൻ അനുവദിക്കണമെന്നും അയാൾ അപേക്ഷിച്ചു. രാജാവ് അനുവദിച്ചതനുസരിച്ച് അയാൾ ചിത്രം വരക്കാൻ തുടങ്ങി. ചിത്രം പൂർത്തിയായപ്പോൾ എല്ലാവരും ഗംഭീരമായിരിക്കുന്നു എന്ന് പുകഴ്ത്തി. എങ്കിൽ ഇനി ഒരു രാജ്ഞിയുടെ പടം വരക്കണമെന്നായി മന്ത്രിമാരും മറ്റും. അത് കേട്ട് ചിത്രകാരൻ പറഞ്ഞു, ഇവിടെ എന്നല്ല ഈ ലോകത്തൊരിടത്തും ഈ മഹാരാജാവിന് ചേരുന്ന ഒരു സ്ത്രീയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലല്ലേ ഞാൻ ചിത്രം വരക്കുക. പിന്നെ എന്തിനു വരക്കണം? എന്നാൽ തീർത്തില്ലെന്നും പറയാനാവില്ല. കുണ്ടിന നഗരിയിൽ ദേവശക്തി രാജാവിന്റെ മകളായി മദനസുന്ദരി എന്നൊരു കന്യകാരത്നമുണ്ട് കേട്ടോ. അവളുടെ സൗന്ദര്യം അവർണ്ണനീയമാണ്. ബ്രഹ്മാവ് അങ്ങനെ ഒരേ ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒരിക്കൽ ഞാൻ ആ കുമാരിയെ കണ്ടപ്പോൾ എന്നെ കൊണ്ടൊരു യുവാവിന്റെ ചിത്രം വരപ്പിച്ചു. ആ കന്യക കൂറിയിട്ട് തന്ന ഒരു അപൂർണ ചിത്രം പൂർത്തിയാക്കുകയായിരുന്നു ഞാൻ. ചിത്രം പൂർത്തിയായപ്പോൾ സാക്ഷാൽ കാമദേവനെ പോലെ ഉണ്ടായിരുന്നു അത്. പിന്നീടാണ് അറിഞ്ഞത് അങ്ങയെ കുറിച്ചാരോ ആ കന്യകയെ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിൽ നിന്നാണ് അവൾ ആ രേഖാചിത്രം വരച്ചത്. ഞാൻ ആ രാജകുമാരിയുടെ ചിത്രം വരച്ചെങ്കിലും ആ തീഷ്ണ സൗന്ദര്യം വേണ്ട പോലെ പകർത്താനായിട്ടില്ലെന്നറിയാം. ഇതാണ് ആ ചിത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു കന്യകയുടെ ചിത്രം രാജാവിന് സമർപ്പിച്ചു. ആ ചിത്രം കണ്ടതിന് രാജാവ് അവളെല്ലാം രക്തനായി. ചിത്രയെ കണ്ടിട്ടില്ല, ആളെ കണ്ടിട്ടില്ല. വിവരം അദ്ദേഹം തന്റെ വിശ്വസ്തരായ മന്ത്രിമാരോടും പറഞ്ഞു. അവരെല്ലാവരും കൂടി ആലോചിച്ച് സംഗമസ്വാമി എന്ന കുലീനനായ ബ്രാഹ്മണന് വിവാഹാഭ്യർത്ഥന ദേവശക്തി രാജാവിനെ അറിയിക്കാനായി അയച്ചു. ദേവശക്തി വിവാഹത്തിന് സന്തോഷം സമ്മതിച്ചു എന്ന വാർത്തയുമായി ഒരു രാജദൂതനോടൊപ്പം അയാൾ അതിവേഗം മടങ്ങിയെത്തി. ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ കനകവർഷ രാജാവും മദനസുന്ദരിയുമായുള്ള വിവാഹം അത്യധികം ആർഭാടപൂർവ്വം നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അദ്ദേഹം വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു.
വികൃതരൂപിയായ ഒരു സ്ത്രീ തന്റെ കഴുത്തിലണിഞ്ഞിരുന്ന മുത്തുമാലയും ശിരസിലെ രത്നവും എടുത്തുകൊണ്ടുപോയി. പിന്നെ വന്നത് ഒരു വേതാളമാണ്. വേതാളവുമായി താൻ യുദ്ധം ചെയ്തു. ഒടുവിൽ വേതാളം തന്നെ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഒരുവിധം കടലിൽ നിന്ന് നീന്തി കരപറ്റിയപ്പോൾ മുത്തുമാലയും രത്നവും യഥാസ്ഥാനത്തുണ്ടെന്നും കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ കൊട്ടാരത്തിലെത്തിയ ഒരു ബുദ്ധസന്യാസിയോട് ഈ സ്വപ്നദർശനത്തിന്റെ പൊരുൾ എന്താണെന്ന് അന്വേഷിച്ചു അദ്ദേഹം. അപ്പോ മുത്തുമാലയും ശിരോരത്നവും നഷ്ടപ്പെട്ടത് എന്താണ്? നഷ്ടപ്പെട്ടതായി കണ്ടതിന് അർത്ഥം ഭാര്യയെയും പുത്രനെയും നഷ്ടമാകുമെന്നാണ്. കടലിൽ വീണതായി കണ്ടതും വിരഹ സൂചന തന്നെയാണ്. എന്നാൽ കര പറ്റിയതായും ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയതായും കണ്ടതിൽ നിന്നും ഭാര്യയെയും മകനെയും വീണ്ടെടുക്കുമെന്നുമാണ് എന്ന് ബുദ്ധ ഭിക്ഷു പറഞ്ഞു. തനിക്ക് ഇതേവരെ പുത്രൻ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് രാജാവും ചിന്തിച്ചു. അന്ന് രാത്രി പുത്രൻ ഉണ്ടാകാത്തതിനെ ചൊല്ലി വ്യസനിച്ചുറങ്ങാതെ കിടന്ന രാജാവിന്റെ മുന്നിൽ ഒരു ദിവ്യ സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഇപ്രകാരം പറഞ്ഞു: മകനെ, ഞാൻ നാഗരാജാവായ വാസുകിയുടെ പുത്രിയും നിന്റെ പിതാവിന്റെ സഹോദരിയുമാണ്. രത്നപ്രഭ എന്ന ഞാൻ അദൃശ്യനായി സദാ ഇവിടെ തന്നെ നിന്റെ രക്ഷക്കായി വസിക്കുകയാണ്. നീ എന്താണ് ദുഃഖിതനായിരിക്കുന്നത് മകനെ? അത് കേട്ട് തനിക്കൊരു പുത്രൻ ഉണ്ടാകാത്തതിലാണ് സങ്കടമെന്ന് കനകവർഷൻ പറഞ്ഞു. അപ്പോൾ നാഗസ്ത്രീ പറഞ്ഞു: നീ കുമാരസ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് തപസ്സനുഷ്ഠിക്കണം. അവിടെ കുമാരധാര എന്നൊരു ജലപാതം ഉണ്ടാകും. ഇടുത്തിയോല ശക്തമാണത്. അത് നിന്റെ ശിരസിലേക്കാവും പതിക്കുക. നിനക്കത് താങ്ങാനുള്ള ശക്തി തരാൻ ഞാൻ നിന്നിൽ എന്റെ ദിവ്യശക്തി പ്രവേശിപ്പിച്ചിട്ട് കൊള്ളാം. തപഫലമായ ഭഗവാൻ നിന്നെ അനുഗ്രഹിച്ച് പുത്രനുണ്ടാകും. പിറ്റേന്ന് തന്നെ മന്ത്രിമാരെ രാജ്യകാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് രാജാവ് കുമാരസ്വാമിയെ സേവിക്കാനായി പുറപ്പെട്ടു. ക്ഷേത്രനിലയിൽ ചെന്നിരുന്ന് തപസ് ആരംഭിച്ച കനകവർഷന്റെ ഉള്ളിൽ നാഗസ്ത്രീയും പ്രവേശിച്ചു. അടുത്ത നിമിഷം അതിശക്തമായ ജലപാതം ആരംഭിച്ചു. ഒരു കുലുക്കവുമില്ലാതിരിക്കുന്ന രാജാവിന്റെ തപസ്സിനെ വിഘ്നമുണ്ടാക്കാൻ ഗണപതിയോട് ഷൺമുഖൻ ആജ്ഞാപിച്ചു. ഗണപതി ജലധാരയിൽ വിഷധാര കലർത്തി. അതുകൊണ്ട് രാജാവിന്റെ തപസ്സിന് ഇളക്കമില്ലെന്ന് കണ്ട് ഗണപതി നേരിട്ട് വന്ന് കൊമ്പും തുമ്പിക്കൈയും കൊണ്ട് ശക്തിയായി പ്രഹരിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കുന്ന സ്തുതികൾ ചൊല്ലി ആരാധിച്ചു. അപ്പോ ഗണപതി പ്രസാദിച്ചു. കനകവർഷന് പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അനന്തരം ശ്രീകുമാരസ്വാമിയും പ്രത്യക്ഷനായി എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. തനിക്ക് പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചു. അങ്ങനെ ഭവിക്കട്ടെ, എന്റെ അംശാവതാരമായി സമീപഭാവിയിൽ നിനക്കൊരു പുത്രൻ ഉണ്ടാകും. ഹിരണ്യവർമ്മൻ എന്ന പേരിൽ അവൻ പ്രശസ്തനാകും എന്ന് അനുഗ്രഹിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമി പോയി. എന്റെ പിന്നാലെ ശ്രീകോവിലേക്ക് രാജാവിനെ കൊണ്ടുപോയി. ആ സമയത്ത് നാഗസ്ത്രീ കനകവർഷന്റെ ശരീരം വിട്ടുപോയി. തുടർന്ന് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിച്ച രാജാവിന്റെ തേജസ് നന്നെ കുറഞ്ഞിരുന്നു. അതിന്റെ കാരണം സുബ്രഹ്മണ്യ ഭഗവാന് മനസ്സിലായി. ഒരു നാഗസ്ത്രീയുടെ സഹായത്തോടെയാണ് ഇത്രയുമൊക്കെ പരീക്ഷണങ്ങളെ നേരിട്ടതെന്ന് മനസ്സിലാക്കിയ ഭഗവാനെ ദേഷ്യം വന്നു. എന്നെ പ്രസാദിപ്പിക്കാൻ നീ വ്യാജമാർഗം സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് നിനക്കുണ്ടാവുന്ന പുത്രനും ഭാര്യയും നിനക്ക് വിയോഗ ദുഃഖം നൽകുവാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ട രാജാവ് ഭഗവത്പാദങ്ങൾ വീണ് ശാപമോക്ഷത്തിനായി ഭഗവാനേ ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. അപ്പോൾ സ്വാമി സന്തുഷ്ടനായി പ്രകാരം ശാപമോക്ഷം നൽകി. രാജൻ, 1 വർഷത്തെ വിയോഗ ദുഃഖമേ നിനക്കുണ്ടാകുകയുള്ളൂ. മാത്രമല്ല അക്കാലത്തിനിടയിൽ 2-3 അപമൃത്യുഘട്ടങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുകയും ചെയ്യും. രാജാവ് ഭഗവാൻ നമസ്കരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഭഗവാന്റെ അനുഗ്രഹത്താൽ അധികം വൈകാതെ കനകവർഷ രാജന്റെ പത്നി മദനസുന്ദരി ഗർഭിണിയായി യഥാകാലം തങ്കക്കുടം പോലെ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. രാജാവിനും റാണിക്കും മറ്റെല്ലാവർക്കും വളരെ സന്തോഷമായി. എന്നാൽ 6-ാം ദിവസം പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. കാറ്റും കോളും ഇടിയും മഴയും ഒക്കെ കൊണ്ട് നഗരമാകെ വിറച്ചുപോയി. ആ സമയം ഭയങ്കരിയായ ഒരു സ്ത്രീ അന്തഃപുരത്തിലെത്തി നവജാത ശിശുവിനെയും എടുത്തുകൊണ്ട് ഓടിപ്പോയി. ഇത് കണ്ട് മഹാറാണിയും പിന്നാലെ ഓടി. ആ സത്വം ഓടിച്ചെന്നൊരു തടാകത്തിലേക്ക് ചാടി. മഹാറാണിയും പിന്നാലെ ചാടി. അത് കഴിഞ്ഞതോടെ പ്രകൃതി ശാന്തമായി. അപ്പോൾ മാത്രമാണ് തന്റെ മകനും ഭാര്യയും നഷ്ടമായ വാർത്ത രാജാവ് അറിയുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഭഗവാന്റെ ശാപത്തെ കുറിച്ചോർത്തു. മന്ത്രിമാരെല്ലാം അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനാവുന്നത്ര ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാതെ അദ്ദേഹം വിന്ധ്യാടവിയിലെത്തി.
കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു സിംഹം അദ്ദേഹത്തിന്റെ നേർക്ക് പാഞ്ഞു വന്നു. ഉടനെ ആകാശത്തു നിന്നും ഒരു വിദ്യാധരൻ ഇറങ്ങി വന്ന് സിംഹത്തെ വധിച്ചു. എന്നിട്ട് താൻ മുമ്പ് കനകവർഷം രാജാവിന്റെ പ്രജയായ ബന്ധുപ്രഭൻ എന്ന മനുഷ്യനായിരുന്നെന്നും വേതാള സേവ കൊണ്ട് വിദ്യാധരനായതാണെന്നും പറഞ്ഞു കൽപ്പിച്ചു. നഷ്ടപ്പെട്ട ഭാര്യാപുത്രരെ തിരികെ കിട്ടാൻ വിന്ധ്യാവാസിനിയെ ഭജിക്കാനും ഉപദേശിച്ചിട്ട് വിദ്യാധരൻ പോവുകയും ചെയ്തു. മറിഞ്ഞു. അതനുസരിച്ച് വിന്ധ്യാവാസിനിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയിൽ ഒരു മതയാന അദ്ദേഹത്തെ കൊല്ലാനായി ഓടി വരുന്നത് കണ്ടു. അത് കണ്ടിട്ട് അദ്ദേഹം വലിയൊരു കുഴിയുടെ മൂലയിൽ പോയി ഒളിച്ചു. ആന ആ കുഴിയിൽ തലകുത്തി വീണ് ചത്തു. അതിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച് വിശപ്പടക്കാനായി ഒരു താമര വളയം പൊട്ടിച്ചു തിന്നു. അതിനുശേഷം ഒരു വൃക്ഷത്തണലിൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ആ വഴി വന്നൊരു കാട്ടാളൻ ഉറങ്ങുന്ന രാജാവിനെ കണ്ടു. അപ്പൊ കാട്ടാളന് തോന്നി, ഇയാളെ ദേവിക്ക് ബലി കൊടുക്കാമല്ലോ എന്ന് കരുതി. രാജാവിനെ ബന്ധിച്ച് തോളിലെടുത്തിട്ട് കൊണ്ടുപോയി തന്റെ സ്വാമിയായ വേടരാജാവ് മുക്കാഫലന് കാഴ്ചവെച്ചു. അയാൾ കനകവർഷനെ ബലി കൊടുക്കാനായി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ക്ഷേത്ര കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് രാജാവ് ദേവിയെ പ്രാർത്ഥിച്ചു. തൽക്ഷണം തന്നെ ദൈവാനുഗ്രഹത്താൽ രാജാവിന്റെ ബന്ധനം താനെ അഴിഞ്ഞുപോയി. അത് കണ്ട ഇദ്ദേഹം ഒരു ദിവ്യ പുരുഷനാണെന്ന് കരുതി വേടരാജാവ് എന്ത് ചെയ്തു? തൊഴുതു നിന്നു. ഈ സമയം കനകവർഷന്റെ പിതൃസഹോദരിയായ നാഗിനി രാജപത്നിയെ മദനസുന്ദരിയെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ എത്തി. നാഗിനി, ഹേ കനകവർഷൻ, കുമാരസ്വാമിയുടെ ശാപത്തിന് വിധേയയായ ഞാൻ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എന്റെ വാസസ്ഥാനത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ ശാപകാലവും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ദാ ഇവരെയും കൂട്ടി മടങ്ങിപ്പോവുക. ഇത് കേട്ട ആഹ്ലാദം അത്തനായ രാജാവ് നാഗിനിയെ നമസ്കരിച്ച് ഭാര്യയോടും മകനോടുമൊപ്പം രാജധാനിയിലേക്ക് മടങ്ങി. പിന്നീട് ശുഭമുഹൂർത്തം നോക്കി അദ്ദേഹം മകന് ഹിരണ്യവർഷൻ എന്ന് നാമകരണം ചെയ്യുകയും ഉണ്ടായി. പിന്നീട് ശുശുരനോട് യാത്ര പറഞ്ഞ് പുത്രസമേതം സ്വന്തം നഗരമായ കനകപുരിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അനേക കാലം ഐശ്വര്യ സമൃദ്ധിയോടെ അദ്ദേഹം രാജ്യം ഭരിച്ചു എന്ന് പറയണം. മുഖ്യമന്ത്രിയായ ഗോമുഖന്റെ കഥ കേട്ട് നരവാഹനത്തിനും ഭാര്യയും അത്യധികം സന്തോഷിച്ചു. അയാൾ രാജാവിന്റെ പ്രത്യേക പ്രീതി പിടിച്ചു പറ്റിയതിൽ അല്പം അസൂയ തോന്നിയ മരുഭൂതി എന്ന മന്ത്രി മുഖം കനപ്പിച്ചിരുന്നു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് രാജാവ് ചോദിച്ചു, എന്താ പിണങ്ങിയോ? എങ്കിൽ ഇതിലും നല്ലൊരു കഥ താൻ പറയൂ, കേൾക്കട്ടെ. ഇത് കേട്ട് വാശിയോടെ മരുഭൂതി ഒരു കഥ പറയാൻ തോന്നി. മരുഭൂതിയുടെ കഥ നമുക്ക് നാളെ കേൾക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.